കാരണവും അവസാന സമയം നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി മാറാൻ നിനക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നൽ അബ്ദ ലിയഅമല ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ. ഒരു അടിമ, ഒരു മനുഷ്യന് അവന് സ്വർഗത്തിൽ പോകേണ്ട എല്ലാ അമലുകളും അവൻ ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമാകുന്ന മുഴുവൻ അമലും അവന്റെ ഇടയിലുണ്ട്, അവന്റെ ജീവിതത്തിലുണ്ട്. അവൻ നിസ്കരിച്ചിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന അമലുകൾ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന സമയമെത്തിയപ്പോൾ അവസാന സമയമെത്തിയപ്പോൾ നരകാവകാശികൾക്കുള്ള നരകത്തിലേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം അവന് വന്നു പോയാൽ ആ സമയത്ത് അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എൻ്റെ സ്വന്തം ശരീരത്തിനോട് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യട്ടെ, റമളാനിന്റെ അവസാനം നാം മെച്ചപ്പെടുത്തണോ? റമളാനിന്റെ അവസാനം നാം മെച്ചപ്പെടുത്തണം. ഇബാദത്തുകളെ കൊണ്ട് നാം മെച്ചപ്പെടുത്തണം. ഇത് ഇന്നുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതലായി നാം മെച്ചപ്പെടുത്തണം. അവസാനം മോശമായതിന്റെ പേരിൽ എല്ലാ അമലുകളും നഷ്ടമായി പോയ ധാരാളം സംഭവങ്ങളുണ്ട്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിന്റെ തുടക്കമൊക്കെ നന്നായിരുന്നു, പക്ഷെ അവസാന സമയം മോശമായി പോയി. അതിന്റെ പേരിൽ നരകത്തിൽ പോയ സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ ഒരാൾ, അതേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു. ആ സ്വഹാബത്തിനോട് പറയുന്ന സമയത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, റജുലുൻ ലാ യദഅലഹു ശാദത്തുൻ വലാ ഫാദത്തുൻ ഇല്ലാ തബഅഹാ യദ്രിബുഹാ ബിസൈഫിഹി. പരിശുദ്ധ ദീനിനു വേണ്ടി ശത്രുക്കളുമായി സ്വന്തം ആയുധം കൊണ്ട് വാളുകൊണ്ട് ധാരാളം ദിവസങ്ങളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, കഠിനമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, മാ അജ്സഉ മിന്നൽ യൗമ അഹദ് കമാ അജ്സഉ ഫുലാൻ. ഇന്നത്തെ ദിവസം ഈ മനുഷ്യനേക്കാൾ പ്രതിഫലം കിട്ടുന്ന ആരാണ് ഇവിടെ ഉള്ളത്? അത്രത്തോളം വളരെ ത്യാഗോജ്ജലമാകുന്ന യുദ്ധമാണ്. വാളും കൊണ്ട് ശത്രുക്കളുമായി പോരടിക്കുകയാ. സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. ഇവിടുന്ന് പറഞ്ഞു, ഇന്നത്തെ ദിവസം മുഴുവൻ പ്രതിഫലം ഈ ചെറുപ്പക്കാരൻ കൊണ്ടുപോയി. ഈ ചെറുപ്പക്കാരന് കിട്ടിയതുപോലെ പ്രതിഫലം ആർക്കാണ് കിട്ടുന്നത്? ഇത് കേട്ട അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിൻ നാർ. അറിയണോ സഹാബ, നിങ്ങൾ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ നരകത്തിന്റെ അവകാശിയാണ്.
സ്വഹാബത്തിന് അത്ഭുതമായി നബിയെ എന്താണ് പറയുന്നത്? ഇന്നത്തെ ദിവസം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ആ ചെറുപ്പക്കാരനെ പോലെ യുദ്ധം ചെയ്ത ഒരാളും ഞങ്ങളെ കൂട്ടത്തിലില്ല, ഒരു യോദ്ധാവും ഞങ്ങളെ കൂട്ടത്തിലില്ല. ശരി തന്നെ, പക്ഷേ അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അവൻ നരകത്തിന്റെ അവകാശിയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് അത്ഭുതമായി. കൂട്ടത്തിൽ ഒരു സ്വഹാബി എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരന്റെ കൂടെ കൂടി അതാ മിനൽ ഖൗമി അന സാഹിബുഹു ഖാല ഫഖറജ മഅഹു കുല്ലമാ വഖഫ മഅഹു വഇദാ അസ്റഅ മഅഹു. ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നിടത്തും പോകുന്നിടത്തുമൊക്കെ ഈ സ്വഹാബിയെ പിന്തുടരാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്ത് കഠിനമായ ഒരു വെട്ട് കിട്ടുകയാണ്. ശത്രുവിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു മുറിവ് സംഭവിക്കുന്നു. മുന്നോട്ട് പോകാൻ കഴിയാത്ത മുറിവാണത്. ആ മുറിവ് കൊണ്ട് മരണം പോലെ സംഭവിക്കുന്ന മുറിവാണ്. വലിയ പ്രയാസപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുമ്പോ ഇനി രക്ഷയില്ല എന്ന് കണ്ട സമയത്ത് മൗതു ഫവളഅ നസല സൈഫഹു ഫിൽ അർളി വദിബാബഹു ബൈന സദിയൈഹി. ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന വാളെടുത്ത് തറയിലേക്ക് വെച്ചിട്ട് സ്വന്തം നെഞ്ചിന്റെ ഭാഗം ആ വാളിന്റെ മുകളിലേക്ക് കിടന്ന് സ്വന്തം മരണം കൈവരിക്കുകയാണ്. അതുവരെയും നല്ലതുപോലെ യുദ്ധം ചെയ്തു. അവസാനം വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ സ്വന്തം വാളിന്റെ മുലയിൽ നെഞ്ചിന്റെ ഭാഗം കുത്തിക്കൊണ്ട് സ്വന്തം ആത്മഹത്യ ചെയ്യുകയാണ്. ഈ കണ്ട കാഴ്ച, ഈ സംഭവം കണ്ടപ്പോൾ ഫഖറജ റജുലു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി പോയ സ്വഹാബി മടങ്ങി ചെന്നിട്ട് പറയുന്നു, അശ്ഹദു അന്നക റസൂലല്ലാഹ്. നബി, അങ്ങ് പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ, അങ്ങ് പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ. വമാദാക യാ സ്വഹാബ, എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് ഹബീബായ പ്രവാചകനോട് ഈ സ്വഹാബി പറയുന്നു, നബിയേ, അങ്ങ് നരകത്തിലാണെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ഞാൻ പിൻഗമിച്ച് ആ ചെറുപ്പക്കാരെ പിന്നിൽ ഞാനും കൂടി. ആ ചെറുപ്പക്കാരന് വലിയൊരു വെട്ടുകിട്ടി, ശരീരത്തിന് വലിയ മുറിവ് കിട്ടിയപ്പോ സ്വന്തം വാള ഭൂമിയിലേക്ക് കുത്തിയിട്ട് ആത്മഹത്യ ചെയ്തു. നബിയേ, ഹബീബായ പ്രവാചകന്റെ മുന്നിൽ ഈ സ്വഹാബി വിശദീകരിക്കുമ്പോ സ്വഹാബാക്കൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറയുന്നു, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇന്നർ റജുല ലിയഅമല അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദുലിന്നാസ്. ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ പറയുന്നുണ്ട് അവൻ സ്വർഗാവകാശിയാണെന്ന് പറയുന്നുണ്ട്. അവൻ നല്ല നിസ്കാരമുള്ളവനാണ്, നോമ്പെടുക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, സദഖ കൊടുക്കുന്നവനാണ്, ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ സ്വർഗത്തിലാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ നരകാവകാശിയാണ്.
ഒരുപക്ഷേ ആളുകൾ നോക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടവന്, മോശമായ ജീവിതമാണ് അവരുടെ ഭാഗത്തുള്ളത്. ആളുകളൊക്കെ പറയുന്നവൻ മോശക്കാരനാണ്, നരകാവകാശിയാണ്. പക്ഷേ അവസാന സമയം മെച്ചപ്പെട്ടു പോയാൽ അവൻ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ ഇപ്പോഴുള്ള അമൽ കണ്ടിട്ടല്ല സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വിധിക്കുന്നത്. നമ്മൾ എത്ര അഭിപ്രായം പറഞ്ഞാലും എന്താ, മരണത്തോടടുക്കുന്ന സമയത്ത്, അവസാന സമയത്ത് അവൻ സൽക്കർമ്മത്തിലായി ഈമാനോടുകൂടിയാണോ മരണപ്പെട്ടത്, അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട്